ഒരു പൂ ആഗ്രഹിച്ചവന് പൂക്കാലം കൊടുക്കുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൈക്കത്തെ ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയൊക്കെയോ ചില സ്ഥലങ്ങളിൽ എണ്ണപ്പന ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ 1-2 എണ്ണപ്പനകളുള്ള ഒരു സ്ഥലത്തെ പേടി അന്വേഷിച്ച് പിടിച്ച് നമ്മൾ എത്തിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഒരു ഗംഭീര തോട്ടാണ്. അവിടെയുള്ള ഒരു അടിപൊളി കാഴ്ചകൾ കുറഞ്ഞ സമയത്തുള്ള ഞാൻ പറഞ്ഞു തീർക്കാം. ഇപ്പോൾ ലൈറ്റ് കുറഞ്ഞു തുടങ്ങി, സൺസെറ്റ് ആവുന്നു. സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞു, 6 മണിയോടെ എടുക്കുന്നു. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ഒരല്പം ലേറ്റായി. അപ്പം നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച അതാ ഇതുപോലത്തെ ഒരു വലിയ എണ്ണപ്പനത്തോട്ടാണ് കാണുന്നത്. ഗംഭീര തോട്ടം കേട്ടോ. എത്ര മരങ്ങൾ കാണും? 20, 40, 60, 80, 100, ഒരു 100-ലധികം എണ്ണപ്പനകളുള്ള ഒരു വലിയ തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കൊരു ഭാഗ്യം കിട്ടിയത്, നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ഇവിടെ എണ്ണപ്പനയുടെ കുലകൾ ചെത്തി ഇറക്കി അത് കൊണ്ടുപോകാനായിട്ടിരിക്കുന്നു. അത് കാണാനുള്ളൊരു ഭാഗ്യം കൂടി നമുക്കുണ്ടായി. അതും ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഈ കിടക്കുന്നതാണ് എണ്ണപ്പനയുടെ കായ. ഈ കാണുന്നതാണ് ഒരു എണ്ണപ്പന മരം. ഏകദേശം ഒരു 10 മീറ്ററോളം ഉയരമുണ്ട്. ഒരു വലിയ എന്താ പറയുക, സാധാരണ തെങ്ങിൻ്റെ വണ്ണം കൂട്ടിക്കാൻ ഒരു 4-5 തെങ്ങിൻ്റെ വണ്ണം ഉണ്ടെന്ന് നമുക്ക് തോന്നും. അത്ര വലുതാണ്. അതിന് മുകളിലാണ് കായ ഉണ്ടാകുന്നത്. നമ്മൾ പാം ഓയിൽ ഉണ്ടാക്കുന്ന കാകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഈ കിടക്കുന്നതൊക്കെ ചെത്തി കിട്ടണം. അപ്പോൾ കുറേ എണ്ണമൊക്കെ താഴത്ത് വീണിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ഇതാണ് എന്താ പറയുക, ഒരു മുള്ളംപന്നിയെ പോലെ കിടക്കും. ഒരെണ്ണമൊക്കെ ഇതൊക്കെ ഒരു 10-12 കിലോ കാണുമായിരിക്കും. പക്ഷേ വലിയ കായകളാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ 10, 25, 30 കിലോ വരെ വലിപ്പമുള്ള കായകൾ ഉണ്ടാകാറുണ്ട്. ഈ കാണുന്നതാണ് എണ്ണപ്പനയുടെ കുരു. ഈ കുരു നാടൻ രീതിയിൽ ചെയ്യാറുള്ള സാധാരണ വേവിച്ച ശേഷം പിഴിഞ്ഞെടുത്താൽ മതിയാവും. പക്ഷേ മെഷീനറി ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റി എനിക്കൊരു ധാരണയില്ല. നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്തായാലും ഇത് വേവിച്ച് ഇതിനുള്ളിൽ നിന്നും ഇത് ഒരു ഓയിൽ സീഡാണ്, എണ്ണ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു വലിയ കുല, പനംകുല എന്ന് തന്നെ പറയാം. അതിൽ ഒരുപാട് സീഡ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള സീഡുകളുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കുറച്ചകലെ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു 15-20 കിലോ വെയിറ്റ് ഉണ്ടാവുമെന്നിരിക്കും. നോക്കട്ടെ. അമ്മോ, ഒരു 10-15 കിലോ വെയിറ്റ് ഇതിനുണ്ടാവും. ഇതാണ് കൂട്ടിയിട്ടിരിക്കുന്ന നമ്മൾ മുമ്പ് കണ്ട എണ്ണപ്പനക്കായകൾ. ഒരുപാടെണ്ണമുണ്ട്. ഇത് വലിയ വള്ളങ്ങളിലോ അല്ലെങ്കിൽ ഇവിടെ വണ്ടി വരും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുന്ന് വണ്ടിയിലോ കയറ്റി നമ്മൾ ഓയിൽ പാം കമ്പനികളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. നമ്മളെപ്പോഴും പറയാനുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാഴ്ചകൾ കാണാനും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകാനും നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് ഒരുപാട് പണം മുടക്കി യാത്ര ചെയ്യണം എന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കടന്നു പോകുന്ന വഴികൾക്കരികിൽ തന്നെ മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അത്തരം കാഴ്ചകളിലേക്ക് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലണം. കാഴ്ചകൾ കാണണം, മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കണം.